കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ക്രിസ്തീയ സഭ കർത്താവിന്റെ സ്വർഗാരോഹണത്തെ അനുസ്മരിക്കുന്നതായിട്ടുള്ള പ്രത്യേക ദിവസമാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. പിതാവിന്റെ വലത്ത് ഭാഗത്ത് മഹത്വത്തോടിരിക്കുന്നു. അവൻ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ വരുമെന്ന് നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ആ വലിയ സന്തോഷത്തിന്റെ ദിവസം നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കോണം ദൈവം കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ സംസ്ഥാനത്ത് ഒരു പുതിയ ഭരണകൂടം വരുവാനായിട്ട് ഒരുങ്ങുന്നു. ഏറ്റവും നല്ല രീതിയിൽ വിശ്വസ്തയോടുകൂടെ, വിനയത്തോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, പരിജ്ഞാനത്തോടുകൂടെയുള്ള ഒരു ഭരണ സംവിധാനം നമ്മുടെ ദേശത്തുണ്ടാകുവാനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ചില നാളുകളായി ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കാതെ ഇരുന്നു. പ്രിയ രാജു ബ്രദർ എന്നെ ഇന്നലെ വിളിച്ചതായിട്ടുള്ള സമയത്ത് ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളിലൊക്കെ മഴയായിരിക്കും, എങ്കിലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ദൈവകൃപയാൽ ഇന്ന് അനുകൂലമായൊരു കാലാവസ്ഥ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വേദഭാഗം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചെന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഘോഷിപ്പീൻ. രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. പടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യ. മതി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഭവനത്തിന്റെ അംഗങ്ങൾ എന്ന പോലെ ചേർന്ന് വരുവാനും ദൈവവചനം ശ്രവിപ്പാനും സങ്കീർത്തനം ധ്യാനിക്കുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും മധ്യസ്ഥത വഹിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട സ്വർഗാരോഹണം ചെയ്ത കർത്താവാണല്ലോ. കർത്താവ് വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഈ ലോകത്തിൽ ഒരുങ്ങി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ വചന കേൾവി ധ്യാനം ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി ഭവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഇന്നത്തെ നമ്മുടെ വിഷയമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എർജൻസി ഓഫ് മിഷൻ എന്നാണ്. അതായത് നമ്മുടെ ദൗത്യത്തിൻ്റെ ഒരു തിടുക്കം ഈ നാളുകളിൽ വളരെ അനിവാര്യമായിരിക്കുന്നു. ഒരുക്കത്തോടുകൂടെ, തിടുക്കത്തോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി, ഏറ്റവും വേഗത്തിൽ ചെയ്യുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ നിയോഗിച്ച് അവരെ അയക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. ഇതെല്ലാം കർത്താവ് നൽകിയതായിട്ടുള്ള വലിയ നിയോഗങ്ങളാണ്. ദ പവർ ഓഫ് വിറ്റ്നസ് ഈസ് ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ ദൗത്യത്തിനുള്ള ശക്തി, ഊർജം പകർന്നു തരുന്നത്. കർത്താവ് നമ്മളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് സാക്ഷ്യം പറയുവാനായിട്ടുണ്ട്. അവർ വിറ്റ്നസ് ഈസ് ടു ദ ലോസ്റ്റ് വേൾഡ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനസമൂഹത്തിന്
നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് നമുക്കൊരു സാക്ഷ്യം കൊടുക്കുവാനായിട്ടുണ്ട്. ആ സാക്ഷ്യത്തെക്കുറിച്ച് 2-3 ചെറിയ കാര്യങ്ങൾ ഇന്ന് ധ്യാനിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ വിറ്റ്നസ് ഈസ് ടു എ ലോസ്റ്റ് വേൾഡ്. ഒന്നാമതായി നമ്മുടെ സാക്ഷ്യമെന്ന് പറയുന്നത് വഴിയരികിൽ നഷ്ടപ്പെട്ടതായിട്ടുള്ള ആളുകൾക്കാണ് നമ്മുടെ സാക്ഷ്യം നൽകേണ്ടത്. അനേകരെ വഴിയരികിൽ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. യാത്രയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീനെന്ന്. വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നവരും വഴിയിൽ വെച്ച് നശിച്ചു പോകുന്നവരും വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നവരും അനവധി നമ്മുടെ ജീവിതത്തിലുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് ഒരു മനുഷ്യനുമായി അഭിമുഖീകരിക്കുന്നു. ഗദരദേശത്ത് ചെന്നപ്പോൾ അവിടെ ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ, വഴിയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, തകർന്നു പോയ ഒരു മനുഷ്യൻ, അവനെ കരുതുവാൻ ആരുമില്ല. അവന്റെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ജീവനുള്ളവരോട് കൂടെയല്ല, മരിച്ചവരോട് കൂടെയാണ് അവന്റെ വാസം. ജീവൻ നഷ്ടപ്പെട്ടവന് ജീവനുള്ളവരോടുകൂടെ പാർക്കാൻ സാധ്യമല്ല. ജീവൻ നഷ്ടപ്പെട്ടവൻ മരിച്ചവരോടുകൂടെ ആകുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം പോലെ ഇവൻ മരിച്ച അവസ്ഥയിലാണ്. പാർപ്പുകൾ കല്ലറകളിലാണ്. തന്നെത്താൻ ചതയ്ക്കുന്നവനാണ്. തൻ്റെ ദേഹത്തെ തന്നെ 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 ഉപദ്രവിക്കുന്നവനായ ഒരു മനുഷ്യൻ. അങ്ങനെയുള്ളതായ ഒരു മനുഷ്യനെയാണ് കർത്താവ് കണ്ടുമുട്ടുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ തങ്ങളെ തന്നെ ചതയ്ക്കുന്ന, തങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന, തങ്ങളെ തന്നെ നശിപ്പിക്കുന്നതായുള്ള ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മുടെ സാക്ഷ്യം നമുക്ക് നിറവേറ്റുവാനായിട്ടുള്ളത്. മദ്യം, മയക്കുമരുന്ന്, അങ്ങനെയുള്ളതായ മാഫിയകളുടെ മധ്യത്തിൽ അനേക യൗവനക്കാരുടെ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അവരോട് നമുക്ക് ഒരു സന്ദേശമുണ്ട്, അവരോട് നമുക്കൊരു സാക്ഷ്യമുണ്ട്, അവരോട് നമുക്കൊരു സുവിശേഷമുണ്ട്. അവൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടതായിട്ടുള്ള അവസ്ഥയിലാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ പിന്നെ മൃഗീയനായി പോകും. മൃഗത്തെക്കാൾ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രയെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ മനുഷ്യത്വം നഷ്ടപ്പെട്ട, വിവേകം നഷ്ടപ്പെട്ട, പരിജ്ഞാനം നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കർത്താവ് അവനെ കണ്ടു, അവനുമായിട്ട് ഇടപെട്ടു. കർത്താവിനെ കണ്ടപ്പോൾ അവൻ ആകപ്പാടെ പരിഭ്രമത്തിലായി. കർത്താവെ, നീ എന്നെ ഉപദ്രവിക്കാൻ വന്നതാണോ? നീ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ച് അവൻ കർത്താവിനോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ കർത്താവ് അവനോടൊരു ചോദ്യം ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, ഞങ്ങൾ പലരാകുന്നു. നിന്റെ പേര് ലഗിയോൻ. ലഗിയോൻ എന്നുള്ളത് മലയാളമാണ്, എന്നാൽ അതിൻ്റെ യഥാർത്ഥ ഭാഷയിൽ പറയുന്നത് ലീജിയൻ എന്നാണ്. റോമ പടയാളികളുടെ ഒരു കൂട്ടത്തിനാണ് ലീജിയൻ എന്ന് പറയുന്നത്. ഒരു ലീജിയൻ എന്ന് പറയുന്നത് 6000 പടയാളികൾ അടങ്ങിയതാണ്. റോമ പടയാളികളുടെ കൂട്ടത്തിൽ ഒരു ലീജിയൻ 6000 പേര്, അങ്ങനെ 12 ലീജിയൻ അടങ്ങുന്നതായിട്ടുള്ള ഒരു സമൂഹമാണ് അവരുടെ പടയാളികൾ. അതുകൊണ്ട് 72,000 പടയാളികളാണ് അവരുടെ ഒരു കൂട്ടമായി, ഒരു ഗ്രൂപ്പായിട്ട് അവർ കണക്കാക്കുന്നത് റോമ പടയാളികളുടെ. അപ്പോൾ ഈ മനുഷ്യൻ ആ ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ പലരാകുന്നു, ഞങ്ങൾ റോമ പടയാളികളെ പോലെ പല ആളുകൾ ഒരുമിച്ച് ചേർന്നതാകുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ ആ സത്വം വെളിപ്പെടുത്തുന്നതായുള്ള ഒരു അനുഭവം, ഒരു സ്കീസോഫ്രീനിക് എക്സ്പീരിയൻസ് ആണ് അവൻ്റെ ജീവിതത്തിൽ അവനുള്ളത്. അവന് യഥാർത്ഥമായ വ്യക്തിത്വമില്ല, ഐഡന്റിറ്റി ഇല്ല, സത്വബോധമില്ല. അവൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ആരോടാ പറയേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയുള്ളതായ ഒരു മനുഷ്യനെയാണ്
കർത്താവായ യേശു ക്രിസ്തു കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവന് വഴിയരികിൽ നഷ്ടപ്പെട്ടതായുള്ള ഒരു മനുഷ്യനായിരുന്നു. അവനെ കർത്താവ് സൗഖ്യമാക്കുന്നു. കർത്താവ് ഗെത്സമന തോട്ടത്തിൽ വെച്ച് പടയാളികൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിനോട് ശിഷ്യന്മാരോടൊക്കെ പറയുകയാണ്, ഞാൻ ഇപ്പോൾ തന്നെ പിതാവിനോട് അപേക്ഷിച്ചാൽ 12 ലീജിയനിലധികം പടയാളികളെ എൻ്റെ പിതാവിന് എനിക്ക് വിട്ടുതരാനായിട്ട് സാധിക്കും. അതിനുള്ള സാധ്യതയുണ്ട്. 12 ലീജിയൻ എന്ന് പറയുമ്പോൾ 70,000 പടയാളികൾ സുസജ്ജരായി പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ദൂതഗണങ്ങൾ അവനെ സംരക്ഷിക്കുവാൻ വരാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് കർത്താവ് ചോദിക്കുന്നു, അങ്ങനെ ആയാൽ ഈ എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരുമെന്ന് ചോദിക്കുന്നു. സങ്കീർത്തന ധ്യാനത്തിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ ചില പദ്ധതികളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമായ ദൈവത്തിന് സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയവും ദൈവത്തിൻ്റെ പദ്ധതികളും അനുസരിച്ചാണ് ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്കോ മനുഷ്യന്റെ പരിജ്ഞാനത്തിനോ മനുഷ്യൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾക്കോ അവിടെ പ്രസക്തിയില്ല എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അവൻ വഴിയരികിൽ നഷ്ടപ്പെട്ടതായുള്ള ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി. അവനെ കണ്ടതായിട്ടുള്ള ആളുകൾ അവനെ വന്ന് കാണുമ്പോൾ പറയുകയാണ്, അയ്യോ, ഇവൻ ഭൂതഗ്രസ്തനായിരുന്നല്ലോ, ഇവൻ സുബോധമില്ലാത്ത മനുഷ്യനായിരുന്നല്ലോ, ഇപ്പോൾ ഇതാ ഇവൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് വലിയ അത്ഭുതമുണ്ടായി. അവൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, നീ നിന്റെ വീട്ടിൽ ചെന്ന് നിനക്കുള്ളവരോട് കർത്താവ് നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് അവരോട് സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞ് അവനെ മടക്കി അയക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വഴിയരികിൽ നഷ്ടപ്പെട്ടതായിട്ടുള്ള മനുഷ്യനെ കർത്താവ് വീണ്ടെടുക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ വഴിത്തലയ്ക്കൽ, വഴിയരികിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേക ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അവരോടുള്ള നമ്മുടെ സമീപനം എന്താണ്? അവരോടുള്ള നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമുക്കുള്ളതായ ഉത്തരവാദിത്വം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായുള്ള ഒരു അനുഭവമാണ്. രണ്ടാമതായി, ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതായുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു പിതാവിന്റെ 2 മക്കളെ കുറിച്ച് പറയുന്നു. 2 മക്കൾ, അതിലൊരുവൻ, ഇളയവൻ അപ്പനോട് എന്ന് പറഞ്ഞു, അപ്പ എനിക്ക് നൽകുവാനുള്ള പങ്ക് തന്നിട്ട് എന്നെ ഭവനത്തിൽ നിന്ന് അയക്കണമെന്ന് പറയും. ഭവനത്തിലെ ജീവിതം അവന് മടുത്തു. പിതാവിനോട് കൂടെയുള്ള ജീവിതം അവന് ദുസ്സഹമായി. സഹോദരനോടുള്ളതായ അവന്റെ പാർപ്പ് അവന് സഹിക്കാൻ വയ്യാതായി. അങ്ങനെയുള്ളതായ അനുഭവത്തിൽ അവൻ അവിടെ നിന്ന് ഓടിപ്പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അവൻ പിതാവിനോട് ചെന്ന് തൻ്റെ സ്വത്ത് ആവശ്യപ്പെടുന്നത്. പിതാവ് വളരെ വേദനയോടുകൂടെ അവൻ ആഗ്രഹിച്ചത് അവന് കൊടുത്തു. അവനെല്ലാം സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് അവൻ കൂട്ടുകാരുമായി സല്ലപിച്ചു. അവൻ്റെ വസ്തുവകകള് അല്ലെങ്കിൽ അവൻ്റെ സ്വത്ത് സമ്പാദ്യം എല്ലാം അവൻ നഷ്ടപ്പെടുത്തി. ഒടുവിൽ അവൻ നിസ്സഹായനായി, ദരിദ്രനായി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവനായി അവനിതാ അലഞ്ഞു തിരിയുന്നതായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നമുക്കവനെ കാണുവാനായിട്ട് സാധിക്കും. പിതാവ് ഓരോ ദിവസവും തൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ഇരുന്നു കൊണ്ട് ദൂരേക്ക് നോക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട മകൻ എന്നാണ് മടങ്ങി വരുന്നത് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പിതാവിനെ കാണാം. എന്നാൽ അവനിതാ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ പന്നിയെ തീറ്റുന്നതായിട്ടുള്ള യജമാനന്റെ അടുത്ത് ചെന്ന് പന്നിയെ തീറ്റുവാനായിട്ടുള്ള ഒരു ജോലി കരസ്ഥമാക്കുന്നു. ആ പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കാമെന്ന് അവൻ വിചാരിച്ചു എങ്കിലും അതും ആരും അവന് കൊടുത്തില്ല. അവൻ വലിയ സങ്കടത്തിലായി, വലിയ നിരാശയിലായി, വലിയ ബുദ്ധിമുട്ടിലായി. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അപ്പോൾ അവന് സുബോധം വന്നിട്ട് ഞാൻ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര പേര്
ഭക്ഷണം കഴിച്ച് തൃപ്തിപ്പെടുന്നു, ശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ അപ്പൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ഇപ്രകാരം ഒരു അനുതാപ പ്രാർത്ഥന പറയും: അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല. നിന്റെ വേലക്കാരിൽ, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനായിട്ട് എന്നെ കരുതണമേ, കാത്തുകൊള്ളണമേ എന്ന് ഞാൻ അപ്പനോട് എന്ന് പറയുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. സുബോധത്തോടുകൂടി, ഇതുവരെയും സുബോധമില്ലായിരുന്നു. അവന്റെ ജീവിതത്തിൽ സുബോധം വന്നപ്പോൾ അവൻ പിതാവിനെ കുറിച്ച് ചിന്തിച്ചു, ഭവനത്തെക്കുറിച്ച് ചിന്തിച്ചു, തൻ്റെ സഹോദരങ്ങളെ കുറിച്ച് ചിന്തിച്ചു, ഭവനത്തിലുള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ചു. തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. പിതാവ് നോക്കിയിരിക്കുമ്പോൾ ഇതാ വളരെ വൃത്തിഹീനമായ ഒരു വേഷവുമായി ഒരാൾ കടന്നു വരുന്നു. മകനാണെന്ന് പോലും തിരിച്ചറിയുവാനായിട്ട് പിതാവിന് കഴിഞ്ഞില്ല. എന്നാൽ വളരെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ തൻ്റെ ഓമന മകനാണ് ദൂരെ നിന്ന് കടന്നു വരുന്നതെന്ന് പിതാവിന് മനസ്സിലായി. പിതാവ് ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്തു. അവനെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. തൻ്റെ മകനെന്ന യോഗ്യതയില്ലെങ്കിലും മകനായിട്ട് അംഗീകരിച്ചു. അവൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം അവന് കൊടുക്കുന്നു. ഒന്നാമതായിട്ട് അവന് മേൽത്തരമായ അങ്കി അവനെ ധരിപ്പിക്കുന്നു. അത് സ്വീകാര്യത്തിൻ്റെ അടയാളമാണ്. തൻ്റെ ഭവനത്തിൽ നഷ്ടപ്പെട്ടവൻ പുത്ര സ്വീകാര്യത്തിൻ്റെ ഒരു പദവിയിലേക്ക് പ്രിയമകനെ പിതാവ് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള എത്രയോ ജീവിതങ്ങളെയാണ് കർത്താവ് വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തത്. പാപികളായ അനേക ആളുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് മാനസാന്തരപ്പെട്ട് ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ മക്കളായി തീരുന്നതായുള്ള അനുഭവം കർത്താവ് തൻ്റെ ജീവിതത്തിൽ എത്രയോ പേർക്ക് നൽകി. ചുങ്കക്കാരനായ സക്കായി, കർത്താവ് പറയുകയാണ്, ഇന്ന് ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. ഒരു പുത്ര സ്വീകാര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ മകനെ പ്രവേശിപ്പിക്കുന്നു. അവൻ്റെ കൈക്ക് മോതിരമിടുന്നു. അത് പുത്രത്വത്തിൻ്റെ അംഗീകാരമാണ്. നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള അവൻ്റെ ആ അവകാശം തിരിച്ചു ലഭിക്കുവാൻ തക്കവണ്ണം ആ അവകാശത്തിൻ്റെ അംഗീകാരത്തിൻ്റെ മുദ്രയാകുന്ന മോതിരം അവൻ്റെ കയ്യിൽ ഇടുന്നു. അതുപോലെ തന്നെ കാലിന് ചെരുപ്പിടുന്നു. ചെരുപ്പ് എന്ന് പറയുന്നത് വീണ്ടെടുപ്പിൻ്റെ അടയാളമാണ്. പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ വീണ്ടെടുക്കുമ്പോൾ ചെരുപ്പ് നൽകി ആണ് വീണ്ടെടുപ്പിൻ്റെ അടയാളമായിട്ടേക്കുന്നത്. ബോവസ് രൂത്തിനെ വീണ്ടെടുത്തപ്പോൾ പട്ടണവാതിൽക്കൽ വെച്ച് ആ ചെരുപ്പ് ഊരി കൊടുത്തിട്ടാണ് ആ വീണ്ടെടുപ്പിൻ്റെ ഒരു അടയാളമായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ധൂർത്തനായ മനുഷ്യനെ, അല്ലെങ്കിൽ നമ്മൾ മുടിയനായ പുത്രൻ എന്ന് പറയുന്നതായിട്ടുള്ള ഈ മനുഷ്യനെ ഒരു വീണ്ടെടുപ്പിലൂടെ ഇതാ പിതാവ് സ്വീകരിക്കുന്നു. പിന്നീട് അവിടെ കാണുന്നത് എന്താണ്? ഒരു വലിയ വിരുന്നൊരുക്കുന്നു. തൻ്റെ ഭവനത്തിൽ സ്വർഗീയമായ ഒരു വിരുന്നിൻ്റെ മുന്നോടിയായിട്ട് പിതാവിൻ്റെ ഭവനത്തിൽ ഒരു വിരുന്നൊരുക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശുമരണത്തിലൂടെ നമ്മെ എല്ലാവരെയും വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർത്ത് ഒരു സ്വർഗീയ വിരുന്നിൻ്റെ ഓഹരിക്കാരാക്കി തീർത്തിരിക്കുന്നു. ദൈവം നമുക്കൊരുക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ സ്വർഗീയ രാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നുകാരായി കർത്താവിനോടുകൂടെ പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. കർത്താവ് തൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭാഗത്ത് പറയുന്നു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്ന ആ വലിയ ശബ്ദം കേൾക്കുവാൻ, ആ സ്വരം കേൾക്കുവാൻ നമ്മൾ ഒരുക്കിയിരിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഒന്നാമതായി വഴിയരികിൽ നഷ്ടപ്പെട്ടവരുണ്ട്. രണ്ടാമതായി ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവരുണ്ട്. മൂന്നാമതായി ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ബിസിനസിൻ്റെ തിരക്കിനിടയിൽ
ജീവിതം നഷ്ടപ്പെട്ടതായിട്ടുള്ള ആളുകളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 19-ാം അധ്യായത്തിൽ കാണുന്നത്, അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും സക്കായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. ശരീര വളർച്ചയിൽ കുറിയവനായിരുന്നത് കൊണ്ട് അവൻ അവർക്ക് മുമ്പേ ഓടി ഒരു കാട്ടത്തി വൃക്ഷത്തിൽ കയറി യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആ കാട്ടത്തി വൃക്ഷത്തിൽ കയറിയിരുന്നു. അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവൻ യേശുവിനെ കാണണം. എന്നാൽ യേശു അവനെ കാണാൻ പാടില്ല എന്നാണ് അവൻ ആഗ്രഹിച്ചത്. എന്നാൽ ആ അത്തി മരത്തിന്റെ ചുവട്ടിൽ വന്ന് നിന്നുകൊണ്ട് യേശു കർത്താവ് മുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ ഭയപ്പെട്ടു പോയി. സക്കായിയെ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകും. ഞാൻ ഓർക്കുന്നത്, സക്കായി പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പം കാല് വഴുതി താഴെ വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവൻ എങ്ങനെ ഇറങ്ങി വന്നത്? വളരെ ബന്ധപ്പെട്ടാണ് കയറിയത്. എന്നാൽ ബന്ധപ്പെട്ട് കയറിയെങ്കിലും അവൻ ഒരൊറ്റ നിറക്കത്തിന് താഴെ വന്നു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. താഴേക്ക് ഇറങ്ങി വന്നു, കർത്താവിനെ സ്വീകരിച്ചു, കർത്താവിനോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവന്റെ മാനസാന്തരം ഇവിടെ സംഭവിക്കുന്നു. അവൻ വളരെ സമ്പത്തുള്ളവരായിരുന്നു. എന്നാൽ ഈ സമ്പത്തൊക്കെയും പലരെയും അപഹരിച്ച് ഉണ്ടാക്കിയതാണ് എന്ന് അവന് മനസ്സിലായി, ബോധപ്പെട്ടു. അപ്പോൾ അവൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ ചതിവായി വാങ്ങിയിട്ടുള്ളത് 4 മടങ്ങായി മടക്കി കൊടുക്കുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇവനും അബ്രാഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. അതായത് നമ്മൾ വിറ്റ്നസ് ടു ദ ലോസ്റ്റ് വേൾഡ്. ഒന്ന്, വിറ്റ്നസ് ടു ദ ലോസ്റ്റ് ബൈ ദ വേ സൈഡ്. 2, വിറ്റ്നസ് ടു ദി പേഴ്സൺ ഫ്രം ദ ഹൗസ്, വീട്ടിൽ നഷ്ടപ്പെട്ടതായുള്ള മനുഷ്യൻ. 3, ലോസ്റ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹിസ് ബിസിനസ്, അവൻ്റെ വ്യാപാരത്തിൻ്റെ ബിസിനസിൻ്റെ തിരക്കിനിടയിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയതായുള്ള സക്കായി. അവൻ്റെ വീടിന് വേണ്ടി കരുതുവാൻ അവന് സാധിച്ചില്ല. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ അവൻ സാധിച്ചില്ല. അവൻ തനിക്ക് തന്നെ സമ്പാദിച്ചുകൊണ്ട്, തനിക്ക് തന്നെ കരുതിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചതായിട്ടുള്ള സക്കായിയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് സക്കായിയോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാനായിട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ വഴി യാത്രയിൽ നമ്മോട് കൂടെയുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ധ്യാനിച്ചതായിട്ടുള്ള ചില വേദഭാഗങ്ങളുണ്ട്. അത് സഹയാത്രികനായ കർത്താവെന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 13 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ളതായ എമ്മൗസിലേക്ക് യാത്ര ചെയ്തതായുള്ള 2 ശിഷ്യരുടെ ജീവിതാനുഭവമാണ് അവിടെ കാണുന്നത്. അവര് നിരാശരായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതായത് 3 ദിവസം മുമ്പ് യെരൂശലേമിൽ സംഭവിച്ചതായിട്ടുള്ള ക്രൂരമായ ഒരു വലിയ അനുഭവത്തെക്കുറിച്ചുള്ളതായ സ്മരണ അവരുടെ മനസ്സിലുണ്ട്. വിശ്വസിച്ചിരുന്ന, അവർ കൂടെ നടന്നിരുന്ന, അവരോടൊപ്പം ഉണ്ടായിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ റോമൻ പടയാളികൾ കൊണ്ടുവന്ന് അവനെ കൊണ്ട് അവന്റെ തലയിൽ മുൾക്കിരീടം ധരിപ്പിച്ച് അവന്റെ പുറത്ത് ചാട്ടവാറ് കൊണ്ടടിച്ച് എൻ്റെ മുതുകിനെ അവർ ഉഴവുചാല് പോലെ കീറിക്കളഞ്ഞു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആ ഉഴവുചാല് പോലെ കീറിക്കളഞ്ഞ് അവന്റെ ദേഹത്തൂടെ ചാട്ടവാറ് കൊണ്ടടിച്ച് രക്തം ധാരധാരയായിട്ട് ഒഴുകുന്നതായിട്ടുള്ള അനുഭവം കണ്ട് നിരാശരായി ഇനി ഇവിടെ നിന്നാൽ ഗത്യന്തരമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ശിഷ്യന്മാർ ഓടി ഒളിക്കുന്നു. പല ഇടങ്ങളിൽ അവര്
മറഞ്ഞിരിക്കുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ ആ അടച്ച മുറിയിൽ ചെന്നവരെ ധൈര്യപ്പെടുത്തി. ഈ 2 ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോകുമ്പോൾ അവർ യേശുവിനെ കണ്ടില്ല. എന്ത് സംഭവിച്ചു എന്ന് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ ചില സ്ത്രീകളും ശിഷ്യന്മാരും ഒക്കെ പറഞ്ഞു എന്നൊക്കെ അവര് വഴിയാത്രയിൽ പറയുന്നുണ്ട് കർത്താവിനോട്. കർത്താവാകുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ പോകുന്നതായിട്ടുള്ള വഴിയിൽ കർത്താവുമായിട്ടുള്ള വലിയൊരു സംവാദം. കർത്താവ് അവരോട് ചോദിക്കുന്നു, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. കർത്താവ് ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കണം എന്നുള്ളത് മോശ മുതൽ സകല പ്രവാചകന്മാരും അരുളി ചെയ്തതായിട്ടുള്ള സകല കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരതെല്ലാം മനസ്സിലാക്കി മുൻപോട്ട് യാത്ര ചെയ്തു. യേശു കർത്താവ് അവരോടൊപ്പം യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് അവരുടെ ഭവനത്തോടടുത്തു. എമ്മൗസിൽ അവരുടെ ഭവനത്തോടടുത്തപ്പോൾ കർത്താവ് മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അപ്പോൾ ശിഷ്യന്മാർ അവനെ ക്ഷണിച്ചു. അയ്യോ യജമാനനെ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരുടെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെന്നു. അതിഥി ഇപ്പം ആതിഥേയനായിട്ട് മാറുന്നു. The guest becomes the host of the house. കർത്താവ് അവിടുത്തെ ആതിഥേയനായിട്ട് മാറുകയാണ്. അവരൊരുമിച്ച് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിനിരുന്നപ്പോൾ കർത്താവ് അപ്പമെടുത്തു, വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. കർത്താവ് അവർക്ക് അപ്രത്യക്ഷനാകുകയും ചെയ്തു. അപ്പോൾ അത് കർത്താവാകുന്നു എന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ അവർ തമ്മിൽ പറയുകയാണ്, നമ്മളിങ്ങനെ വഴി നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അവൻ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോയില്ലയോ എന്നൊക്കെ അവർ തമ്മിൽ വാദിക്കുകയാണ്. എന്നാൽ ക്ഷീണിച്ചു വന്നതായിട്ടുള്ള ആളുകൾ, 11 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്ന് ക്ഷീണിച്ച് വശായി വന്നതായിട്ടുള്ള ആളുകൾ, കർത്താവിനോട് കൂടെയുള്ളതായ ഭക്ഷണത്തിന്റെ ഊർജം കൊണ്ട്, ആ ബലം കൊണ്ട്, ശക്തി കൊണ്ട് അവർ വീണ്ടും യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി കൂടിയിരിക്കുന്ന ശിഷ്യന്മാർ കർത്താവിനെ കണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർക്കും കർത്താവ് പ്രത്യക്ഷനായ കാര്യം അവരെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ മേശയിൽ നമുക്ക് സാക്ഷിക്കാനുള്ളതായി ശക്തി ലഭിക്കുന്നു. കർത്താവിന്റെ മേശ നമ്മൾ അനുഭവിക്കുമ്പോൾ, പങ്കിടുമ്പോൾ, കർത്താവിന്റെ തിരുവത്താഴ നമ്മൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് ജീവിപ്പാൻ, നമുക്ക് പ്രവർത്തിപ്പാൻ, നമുക്ക് സാക്ഷ്യം പറവാനുള്ളതായി ശക്തി ലഭിക്കുന്നു. ഏലിയാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഏലിയാവ് ചൂരൽ ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങിയ ഏലിയാവിനെ യഹോവയായ ദൈവം ദൂതനെ അയച്ച് തട്ടി ഉണർത്തി അവന് അപ്പവും അടയും വെള്ളവും കൊടുത്തു. അവനോട് പറഞ്ഞു, നീ ഇവിടെ കിടന്നുറങ്ങേണ്ടവനല്ല, നീ ദൂരെ യാത്ര ചെയ്യേണ്ടവനാകുന്നു എന്ന് പറഞ്ഞവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് അവൻ 40 പകലും 40 രാവും സഞ്ചരിച്ച് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് യാത്ര ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, ദി അർജൻസി ഓഫ് വിറ്റ്നസ്, അതായത് സാക്ഷ്യത്തിന്റെ, ദൗത്യത്തിന്റെ തിടുക്കം നമുക്ക് ആവശ്യമാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് ലോകത്തിൽ വഴിയരികിൽ നഷ്ടപ്പെട്ടതായിട്ടുള്ള ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ പോലെയുള്ള ആളുകളുണ്ട്. ഭവനത്തിൽ നഷ്ടപ്പെട്ടതായ ധൂർത്തനായ പുത്രനെ പോലെയുള്ള ആളുകളുണ്ട്. ഞങ്ങളുടെ ജോലി തിരക്കിനിടയിൽ ദൈവത്തെയും മനുഷ്യരെയും സമൂഹത്തെയും നഷ്ടപ്പെടുത്തി കളഞ്ഞതായിട്ടുള്ള ചില ആളുകളുണ്ട്, സക്കായിയെ പോലെ. അങ്ങനെയുള്ള ആളുകളുടെ മധ്യത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സുവിശേഷകരായി, സാക്ഷികളായി ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആ സാക്ഷ്യം വഹിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്കെല്ലാം നൽകിയിരിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ഈ സാക്ഷ്യം പറയുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? അല്പം പോലും സമയമില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ച് കാണുന്നവരോട്, അറിയുന്നവരോട്, വഴിയാത്രയിൽ സഞ്ചരിക്കുന്നവരോട്, നഷ്ടപ്പെട്ടു പോകുന്നവരോട് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു അവരെ ആ സ്നേഹത്തിൻ്റെ വലയത്തിലേക്ക് ആകർഷിച്ച് ദൈവകൃപയുടെ ഗ്രഹവിചാരകരായി ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ
കർത്താവെ, ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും സഹായിക്കുമാറാകട്ടെ. ആമീൻ.